അവധൂതാശ്രമ മഠവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അവിടെ മഠാധിപതിയാക്കാൻ സംഘപരിവാർ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി മാംസം പാചകം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരുന്നു. അമൃതാനന്ദ ഭാരതി എന്നറിയപ്പെടുന്ന അനിൽ ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയൊരു സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം അതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അമൃതാനന്ദ ഭാരതിയുടെ വാദം തെറ്റാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം. രാജ്കുമാർ, ഈ അമൃതാനന്ദ ഭാരതി എന്ന് പറയുന്ന നേരത്തെ അനിൽ എന്ന് പേരായിരുന്ന വ്യക്തി 2 മാസം മുമ്പ് മാംസം പാചകം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും 2 മാസം കണ്ട് ഒരാൾക്ക് ദീക്ഷ ലഭിച്ച് സന്യാസി ശ്രേഷ്ഠനാവാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ അതിൻ്റെ പുറകിൽ ചില ഒളിച്ചുകളികൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ആ മഠം പിടിക്കാൻ സംഘപരിവാർ വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്വാമി രാമാനന്ദ ഭാരതിയെ മർദ്ദിക്കുകയും ഹോസ്പിറ്റലാക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണിപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഇപ്പോൾ ഈ മനു ചോദിച്ചത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവും. അതായത് മഠം പിടിച്ചെടുക്കാൻ ഒരു സംഘത്തിന്, അതിൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഒരു ഭൂമാഫിയ, അത് RSSൻ്റെയും കൂടി മറപിടിച്ചുകൊണ്ടുള്ള ഒരു ഭൂമാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖനെ ഇവിടെ ഇറക്കി സമ്പത്തെല്ലാം വിതരണം ചെയ്തുകൊണ്ട് ആയിരുന്നു ഇതിൻ്റെ ഒരു നീക്കം. അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. മാത്രമല്ല, മഠാധിപതിയെ അപായപ്പെടുത്താൻ വരെ നീക്കം നടന്നേക്കാം. അത്തരം കാര്യങ്ങളിലും തെളിവ് തൻ്റെ പക്കലുണ്ട്. ഹണി ട്രാപ്പിൽ വരെ മഠാധിപതിയെ പെടുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്ന ഫോൺ സംഭാഷണത്തിൻ്റെ തെളിവാണ് മന്ത്രി ഇന്നലെ പോലീസിന് കൈമാറിയിട്ടുള്ളത്. പോലീസ് അത് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അത് ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണോ എന്തോ നമുക്ക് വ്യക്തമല്ല. പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ അത് കോടതി സ്വീകരിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞത്, നിങ്ങൾ ചിക്കൻ പാചകം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഈ അനിലിനോട്, അതായത് അമൃതാനന്ദ ഭാരതി എന്ന് പറയുന്ന ഈ വ്യക്തിയോട് മന്ത്രി നേരിട്ട് ചോദിക്കുകയും ചെയ്തു. ഗായത്രി മന്ത്രമെങ്കിലും ഉരുവിടാൻ താങ്കൾക്ക് അറിയുമോ എന്നും ചോദിച്ചു. അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. പിന്നീട് നമ്മൾ തന്നെ നേരിട്ട് ഈ അമൃതാനന്ദ ഭാരതിയോട് ചോദിച്ചു, നിങ്ങൾ ഈ ചിക്കൻ പാചകം ചെയ്യുന്നുള്ള വിവരങ്ങളൊക്കെ മന്ത്രി പറയുന്നുണ്ടല്ലോ, എന്താ പറയാനുള്ളതെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ നമ്മളിന്ന് പുറത്ത് വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കള്ളനാണയം അത് നമ്മളിപ്പോൾ പുറത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതും ആ ചിക്കൻ അദ്ദേഹം പാചകം ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടതാണത്, അല്ലാതെ നമ്മൾ സൃഷ്ടിച്ചതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള പറഞ്ഞോ കേൾക്കാം. ഇതുപോലെയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോൾ സ്വാഭാവികമായും ഈ മഠത്തിൻ്റെ പിന്നിൽ കളിക്കുന്ന അതുപോലെയുള്ള ഈ ശക്തികൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി പുറമേ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നു എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം.